Welcome back to Travancore Pistons, everyone. റീസെൻ്റ്ലി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുളമാവ് പോയായിരുന്നു ഇടുക്കിയിൽ. നമ്മുടെ ഡി എൻ റോഡ്സിലെ നമ്മുടെ ടീംമേറ്റ്സ് ഉണ്ട്, അംജിത്തും പിന്നെ അതുപോലെ സ്റ്റോണറും. അപ്പോൾ അവർ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ സ്ഥലത്ത് പോയായിരുന്നു. അപ്പം ഞാനും അരുണും സായിയും പിന്നെ നമ്മുടെ അർജുനും നമ്മളാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെ ഞങ്ങളടുത്ത പ്രോപ്പർട്ടിയിൽ നിന്ന് മുകളിലോട്ട് ഒരു ഓഫ് റോഡാണ്, ഒരു വൈബാണ്. ഈ കാണുന്ന കയറ്റം ഇല്ലേ, കട്ടക്കയറ്റം, ഇത് വീഡിയോ കാണുന്നവരല്ല, ഇത്തിരി ടെററാണ്. അപ്പം അത് അന്ന് നമ്മൾ കയറിയ വീഡിയോ ഇതിന് മുമ്പ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ടായിരുന്നല്ലോ. അപ്പം ആ ദിവസം പോയിട്ട് തിരിച്ച് കഴപ്പെന്നാണ് പറയേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വണ്ടി മുകളിലിട്ടിട്ട് താഴെ നടന്നു വന്നാൽ മതിയായിരുന്നു, പക്ഷെ ചെയ്തില്ല. ഹെവി മഴയായിരുന്നു. മഴ നനയായിരിക്കാൻ വേണ്ടി വണ്ടി എടുത്തുകൊണ്ട് താഴെ വന്നു. അന്നത്തെ ദിവസം അവിടെ ബ്ലാസ്റ്റ് ചെയ്ത് നമ്മൾ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്ത് അടുത്ത ദിവസം രാവിലെ അടുത്തൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി വണ്ടി എടുത്ത സംഭവം, എടുക്കുമ്പോൾ സംഭവിക്കുന്ന സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ. മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ, അതേപോലെ തന്നെ ചെളി അതിൻ്റെ അപ്പുറം. പിന്നെ ഒറ്റ കാര്യം, ഫുൾ ടീം വർക്കും ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു വൈബും പിന്നെ ബാക്കി വണ്ടി, അതുകൊണ്ട് മാത്രം JCB വിളിക്കേണ്ടി വന്നില്ല. അപ്പോൾ ആ വീഡിയോ ആണ് ഇപ്പം അപ്ലോഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾ കാണുക. ഇതിന് ഫീഡ്ബാക്കോ സജഷൻസോ ഉണ്ടെങ്കിൽ തരിക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇത്രയും ബ്ലാസ്റ്റായിട്ടുള്ളൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഭാവിയിൽ വരുമായിരിക്കാം, നമുക്ക് നോക്കാം. എന്തായാലും വണ്ടി ഒരു രക്ഷയില്ല മാൻ. ഫുൾ ഒരേ പൊളി എന്ന് വെച്ചാൽ ഒരേ പൊളി. നമ്മുടെ ബോയ്സൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ ഹെവി കോൺഫിഡൻസ് ആണല്ലോ, വരും, ഓട്ടോമാറ്റിക്കലി വരും. അങ്ങനെ ഫസ്റ്റ് ട്രൈ നല്ല അന്തസ്സായിട്ട് തേഞ്ഞ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എങ്ങും ട്രാക്ഷൻ ഇല്ല. ഫുള്ള് മറ്റേ ഈ ചക്കയുണ്ട്, അവിടെ ഒരു ചക്കയൊക്കെ പ്ലാവിൽ നിന്ന് വന്ന് വീണ് അതൊക്കെ അവിടെ ചതഞ്ഞ്, പിന്നെ പഴുത്ത ഇലയും മഴയുടെ വെള്ളവും മൊത്തം 225-ൻ്റെ 225-യുടെ അപ്പോളോ അപ്പ് ടയറാണ് ഇട്ടേക്കുന്നത്. സ്റ്റോക്ക് ടയറൊക്കെ മാറ്റി, കാറ്റൊക്കെ അത്യാവശ്യം കുറച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ രക്ഷയില്ല. അങ്ങനത്തെ ഫസ്റ്റ് ട്രൈ മൂഞ്ചി. ഇന്നലെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രൈയിൽ തന്നെ നമ്മൾ കയറിപ്പോയതാണ് ഈ സ്ഥലം. കാരണം കുറച്ച് ഡ്രൈ ആയിരുന്നു ആ സ്ഥലം, ഒരു എഫർട്ടും ഇല്ലായിരുന്നു. റിലാക്സ് ചെയ്ത് പോയി. 4 ലോയിൽ ട്രാക്ഷൻ ഓഫാക്കി സമാധാനത്തോടെ പോയതാണ്. പക്ഷെ ഇന്ന് ആ കളി നടന്നില്ല. റൈറ്റ് ഓടിച്ച് ആ കിട്ടേ കൂടെ കയറ്റാൻ നോക്കണം. ഇട്ട വഴി കയറാൻ പോകണം. എന്താ അവിടെയാണ് നോക്കി പതുക്കെ എടുത്താൽ പോയാൽ മനസ്സിലായോ? നിന്റെ ഈ ടയർ അതിന്റെ മധ്യത്തിൽ വരണം. ഒറ്റ കാലെടുപ്പ് ചവിട്ടല്, ഒറ്റ കാലെടുപ്പ്. കുരിശോടെ ഒരാളുടെ ബാക്കി കയറുണ്ട്. മഴ പെയ്താണ് പണി കിട്ടിയത്. ബാക്ക് പോട്ട്, വണ്ടി ബാക്കി പോട്ട്. ആ മരത്തിന്റെ മുടി ചേർത്ത് കയറ്റാൻ പറ. വണ്ടി കയറി പോണത് നീ ഇപ്പോഴും ഈ സൈഡിൽ കൂടെ കയറുന്നത്.
ഈ പാത്തിൽ കയറ്റി മാക്സിമം ഇടത്ത സൈഡ് കയറ്റി ഇറക്കാൻ പറ്റുള്ളൂ. ഒരു സൈഡെങ്കിലും ഇവിടെ ഇങ്ങനെ കയറി വരണം, ഇന്നലെ അങ്ങനെ കയറി വരണം. ഒരു സൈഡ് പിടുത്തം കിട്ടും, ഒരു സൈഡെങ്കിലും പിടുത്തം കിട്ടും. ഈ ട്രാക്ക് വഴി കയറില്ല. മനസ്സിലായി? ഇവിടെ ഈ സ്ഥലത്ത് ഒരു ടയർ വന്നാൽ ആ ടയറിന് പിടുത്തം കിട്ടും. എടാ വേണ്ട, ബാക്കിൽ ആളിരുന്നാലും മതി. അല്ലാതെ കയറൂല്ലോ വണ്ടി. കാരണം വണ്ടി വല്ലതും ഉണ്ടോ വിളിച്ചവരെ? യാസി വിളിക്കേണ്ടി വരുമോ? ഇതൊന്ന് പാസ് ചെയ്ത വണ്ടി കരഞ്ഞു. പിന്നെ അല്ല ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇഫ് യു ആർ വിത്ത് ദ റൈറ്റ് ടീം. മനസ്സിലായല്ലേ? ഇതൊക്കെയാണ് ടീം വർക്കിൻ്റെ ഉത്തമമായ എന്താ പറയുക ഉദാഹരണം. വാട്ട് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വി ഹാഡ്. എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. സാൻഡ് ബോർഡ് വാങ്ങിക്കണം, അതേപോലെ തന്നെ ഇങ്ങനത്തെ ടെറൈനൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഓഫ് റോഡ് വണ്ടിയും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വെയിറ്റ് വേണം. ഹായ് ഗായ്സ്, ഫുൾ ഓൺ ആണെങ്കിലും